എല്ലാവർക്കും സിനിമേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയാണ്. ഒരുപക്ഷെ വെബ് സീരീസ് പ്രേമികൾക്കൊക്കെ ഇടയിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു വെബ് സീരീസാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്. 2010 പുറത്തിറങ്ങി ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ഒരു ജനശ്രദ്ധ നേടിയെടുത്ത വെബ് സീരീസ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമൊക്കെ വെബ് സീരീസ് എന്നതിനൊരു വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ വരവോടുകൂടിയായിരുന്നു. എന്തൊക്കെ ആയാലും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു നിരാശയാണ് നൽകിയിരുന്നത്. കാരണം ഒരു തരത്തിലുള്ള നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് ഇനിയൊരു വരവോടുകൂടി ആ നഷ്ടപ്പെടുത്തിയെടുത്തിയ ആ ഒരു നിരാശയൊക്കെ അല്ല നമുക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുത്തിയ നിരാശയൊക്കെ ഇനി തിരിച്ചു പിടിച്ച് നല്ലൊരു രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ, ഗെയിം ഓഫ് ത്രോൺസിന് ഇനിയൊരു വരവൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം 2019 ഗെയിം ഓഫ് ത്രോൺസ് അവസാനിച്ചപ്പോഴത്തേനും നമ്മുടെ HBO ഏറെക്കുറെയൊക്കെ ഒരു ഉറപ്പ് നൽകിയിരുന്നു ഗെയിം ഓഫ് ത്രോൺസിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ അതൊരു കണ്ടിന്യൂയിങ് സ്റ്റോറി ആയിരിക്കുമെന്ന് അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുന്ന ഒരു വെബ് സീരീസ് ആയിരിക്കില്ല, പകരം ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു പ്രീക്വൽ ആയിരിക്കും വരുന്നതെന്നാണ് HBO പറഞ്ഞത്. അപ്പോഴത്തേനും ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 300 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് നടന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറി ആയിരിക്കും നമുക്ക് മുന്നിൽ HBO അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ ക്രൂ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു വെസ്റ്റ്രോസിനെ പറ്റി പറയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടിയിരിക്കും. ടർഗേറിയന്മാർ വെസ്റ്റ്രോസ് ഭരിച്ചിരുന്നപ്പോൾ ഉള്ള കഥയാണ് മെയിനായിട്ടും ഈ ഒരു വെബ് സീരീസിനകത്ത് പറയാൻ പോകുന്നത്. 2022 ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങുമെന്നുള്ള ഒരു ന്യൂസൊക്കെ കിട്ടിയിരുന്നു. അത് ഏറെക്കുറെ ഉറപ്പും ആക്കിയിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ചിലപ്പം നീണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. അപ്പം 300 വർഷങ്ങൾക്ക് മുമ്പുള്ള വെസ്റ്റ്രോസിനെ പറ്റി, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് നടക്കുന്നതിന് 300 വർഷം മുമ്പുള്ള ഒരു വെസ്റ്റ്രോസിനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് നടക്കുന്നത്. അപ്പം ഈ വെബ് സീരീസിന് പേരിട്ടിരിക്കുന്നത് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് എന്നാണ്. അപ്പം നമ്മളെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കഥ എഴുതിയ, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ സ്റ്റോറി ആയിട്ടുള്ള എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറയുന്ന ആ ഒരു കഥ എഴുതിയ R.R. മാർട്ടിൻ തന്നെയാണ് നമ്മുടെ ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നതാണ്. അതായത് ടർഗേറിയന്മാരുടെ കഥയാണ് ഈ ഒരു വെബ് സീരീസിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് 2018 ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതി തീർത്തിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തയൊക്കെ. അതും പോരാഞ്ഞിട്ട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മറ്റ് പല, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൽ അവർക്ക് കാണിക്കാൻ പറ്റാത്ത പല വലിയ ഘടകങ്ങളും ഈ ഒരു വെബ് സീരീസിലൂടെ കാണിച്ചു തരുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിൽ മെയിനായിട്ടും അവർക്ക് ടർഗേറിയൻ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയെ വലിയ രീതിയിൽ എടുത്ത് കാണിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഖലീസിയുടെ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടർഗേറിയൻ എന്ന് പറയുന്ന ആ ഒരു മാറ്റർ ഗെയിം ഓഫ് ത്രോൺസിൽ വലിയൊരു തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസിൽ ഉടനീളം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ടർഗേറിയൻ ഫാമിലി എത്രത്തോളം വലിയൊരു രീതിയിലായിരുന്നു നിന്നിരുന്നത്. അതായത് ഡ്രാഗണെ വരെ മുന്നിട്ട് നയിച്ച് വലിയ തോതിലുള്ള യുദ്ധങ്ങൾക്കൊക്കെ പോകാൻ കഴിവുള്ള ഒരു വലിയ ഫാമിലി ആയിരുന്നു ടർഗേറിയൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു കഥയെന്ന് പറയുമ്പോഴത്തേനും വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ലാസ്റ്റ് 2 സീസൺ, അല്ലെങ്കിൽ 7th സീസണിലൊക്കെ ഈഗൺ ടർഗേറിനെ പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കഥ വരുമ്പോഴത്തേനും വലിയ തോതിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ് വെബ് സീരീസ് പ്രേമികൾക്ക് നൽകുന്നത്. അപ്പം ഗോട്ട് ഫാൻസിന് വലിയൊരു ട്രീറ്റ് തന്നെയായിരിക്കും ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് നൽകാൻ പോകുന്നത്. കാരണം ഗെയിം ഓഫ് ത്രോൺസിന്റെ ഇരട്ടി മുതൽ മുടക്കിലായിരിക്കും ഈ ഒരു വെബ് സീരീസ് എടുക്കുന്നതെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ എഫക്ട്സും ബാക്കി സംഭവങ്ങളും, അതായത് ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു കാലത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. അപ്പം ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം 2022 ഇറങ്ങുമ്പോഴത്തേനും അത് എത്രത്തോളം വലിയ രീതിയിലായിരിക്കും നമുക്ക് മുന്നിൽ വരുന്നതെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാമെന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പം എല്ലാ പ്രേമികളും, ഒട്ടുമിക്ക വെബ് സീരീസ് പ്രേമികളും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിന്റെ വരവ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ വന്നിരുന്നു, അതായത് വൈറ്റ് വോക്കേഴ്സിന്റെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിം ഓഫ് ത്രോൺസ് ക്രൂ വരുമെന്ന്. പക്ഷേ അതിപ്പോൾ നടക്കത്തില്ല എന്നുള്ളൊരു വാർത്തയൊക്കെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് വലിയ തോതിലുള്ള ആർക്കും വലിയ തോതിലുള്ള ഒരു താല്പര്യമില്ല. എന്നാലും വൈറ്റ് വോക്കേഴ്സിന്റെ കഥ എന്ന് പറയുന്നത്, അതായത് സ്റ്റാർക്സും വൈറ്റ് വോക്കേഴ്സും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുമെന്നുള്ള ഒരു സ്റ്റോറി R.R. മാർട്ടിൻ എഴുതിയിരുന്നു. അപ്പോൾ ആ സ്റ്റോറിയും വരുന്നുണ്ടെന്നുള്ള തോതിലുള്ള ചില വാർത്തകൾ വന്നെങ്കിൽ കൂടെ ഇപ്പോൾ അത് വരത്തില്ല, പകരം ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് മാത്രമേ വരത്തുള്ളൂ എന്നുള്ളൊരു ന്യൂസൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഗെയിം ഓഫ് ത്രോൺസിന്റെ തിരിച്ചുവരവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഷുവറാണ് ഗെയിം ഓഫ് ത്രോൺസ് തിരിച്ചു വരും. അതിനൊരു പേടിയും വേണ്ട. അപ്പം നമുക്ക് കിട്ടിയ ആ ഒരു സ്റ്റോറിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു പ്രീക്വൽ സ്റ്റോറി ആയിരിക്കും ഗെയിം ഓഫ് ത്രോൺസിന് വരാൻ പോകുന്നത്. തങ്ങൾക്ക് ഗെയിം ഓഫ് ത്രോൺസിന്റെ ക്ലൈമാക്സിൽ പറ്റിയ ആ ഒരു അബദ്ധം ഈ ഒരു വെബ് സീരീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഗെയിം ഓഫ് ത്രോൺസിന്റെ മറ്റു ചില വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയ്ക്കകത്തോടെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.